ഇന്ന് ഞാൻ നിങ്ങളെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഈ ഒരു മെക്സിക്കൻ വെജിറ്റബിൾ ആണ്. മെക്സിക്കൻ വെജിറ്റബിൾ ആണ്. അതിൻ്റെ പേര് ജിക്കാമ എന്നാണ് ഇന്ത്യൻസ് പറയുന്നത്, പക്ഷെ അവർ പറയുന്നത് ഹിക്കാമ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ സയൻറ്റിഫിക് നെയിം എന്താണ്? പാച്ച് റിച്ചസ് ക്രോസസ് എന്നാണ്. പാച്ച് റീസസ് ക്രോസസ്. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ ഇത് മെക്സിക്കൻ ആണെന്നാണ് ഞാൻ ആദ്യം വിചാരിച്ചത്, പക്ഷേ ഇത് സംഗതി ഇന്ത്യയിലും ഉണ്ട്. ഇന്ത്യയിൽ നോർത്ത് ഈസ്റ്റ് സൈഡിൽ, പിന്നെ കൽക്കട്ട ആ സൈഡിലൊക്കെ ഉണ്ട്, ഈസ്റ്റേൺ സൈഡിലൊക്കെ. അപ്പോൾ പിന്നെ ഉത്തരാഖണ്ഡ് ഭാഗത്തൊക്കെ ഉണ്ടെന്നും പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഇത് അവിടെയൊക്കെ കേസർ ആലു, ശ്രീകണ്ഠ് എന്നൊക്കെയാണ് അറിയപ്പെടുന്നത്. പിന്നെ തമിഴ്നാട്ടിൽ ആരൊക്കെയോ കൃഷി ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് റോ ആയിട്ട് കഴിക്കാം. ചെറിയൊരു മധുരമുണ്ട്, ഒരു ക്രഞ്ചിനെസ് ഉണ്ട്. പിന്നെ അത് ഡയബറ്റിക് ഫ്രണ്ട്ലി ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ പൊട്ടാഷ്യം റിച്ച്, ഫൈബർ റിച്ച് ആണ്. പിന്നെ ഇതിൽ പ്രീബയോട്ടിക് ഉണ്ട്, ഇനുലിൻ സപ്ലിമെൻറ്റേഷൻ ആണെന്ന് പറയുന്നത്. അപ്പോൾ അത് ഇംപ്രൂവ്സ് വെയിറ്റ് ലോസ് എന്ന് പറയുന്നുണ്ട്. പിന്നെ കലോറി കുറവാണ്, വിറ്റാമിൻ സി ആണ്. പിന്നെ ഇനുലിൻ്റെ അകത്തുള്ളത് സോളിബിൾ ഫൈബർ ആണ്, പ്രീബയോട്ടിക് ആണ്. പിന്നെ ഇംപ്രൂവ്ഡ് ഇൻസുലിൻ സെൻസിറ്റിവിറ്റി ആൻഡ് റെഡ്യൂസസ് ഗ്ലൂക്കോസ്. പിന്നെ ഇത് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് പോലെ തന്നെ ഇരിക്കും. പിന്നെ ചില സ്ഥലങ്ങളിൽ ശങ്കാലു എന്നും പറയുന്നത്, അതുകൊണ്ടായിരിക്കും ശങ്കാലു എന്ന് പറയുന്നത്. പിന്നെ ഇത് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കാമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ അകത്ത് മെയിനായിട്ടുള്ളത്. പിന്നെ ആൻറ്റി ഓക്സിഡൻസ് ഉണ്ട്, വിറ്റാമിൻ സി, ഇ, പിന്നെ ബീറ്റ കരോട്ടീൻസ്, അതൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റഡിയുടെ പബ്മെഡിൽ വന്ന സ്റ്റഡീസിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. ഇനി ഇത് ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കൾ, ഇപ്പം നമ്മുടെ ജിക്കാമ അല്ലെങ്കിൽ ഹിക്കാമ കട്ട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം നമ്മൾ ഒരു ഫ്രഞ്ച് ഫ്രൈസിൻ്റെ ഷേപ്പിലാണ് കട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ തന്നെ ഇരിക്കുന്നു. അപ്പോൾ ഈ സാധനം കഴിച്ച് നോക്കിയപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഒരു നമ്മുടെ മധുരം കുറഞ്ഞ ഒരു സബ്രജില്ലുണ്ട്. ചെറിയൊരു മധുരമുണ്ട്, ഒരു ക്രഞ്ചിനെസ് ഉണ്ട്, ക്രിസ്പിനെസ്. സബ്രജില്ലും മധുരം കുറഞ്ഞ എങ്ങനെ ആയിരിക്കും അതേപോലെ ഉണ്ട്. അപ്പോൾ വെറുതെ കഴിക്കാതെ സാലഡൊക്കെ. പിന്നെ നമ്മളിത് ഫ്രൈ ചെയ്തിട്ട് നോക്കാം എങ്ങനെയുണ്ട്.